ഇടപെടുകയുണ്ട് ശ്രീ കെ ബാബു. അങ്ങനെ ഒരു ഇടപെടൽ നമുക്കിനി നടത്താൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? സാധിക്കുന്നതാണ് നമ്മളൊക്കെ കരുതുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ പാടിയിൽ പാടിയിൽ താമസിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ പാടിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ വരെയുണ്ട്. അവർ പോലും സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവായി പോകില്ല. അതിന് കൃത്യമായ ഇടപെടൽ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ നഷ്ടപരിഹാരം കിട്ടും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട താമസിക്കാനുള്ള സൗകര്യങ്ങൾ. നിങ്ങൾ ഏത് പഞ്ചായത്ത്? ഈ പഞ്ചായത്ത് തന്നെയല്ലേ? വാർഡ് ഏതാണ്? എത്രാമത്തെ വാർഡ്? 11ാം വാർഡാണ്. പേരൊന്നുകൂടി ഒന്ന് പറയാമോ? സജിനി. അപ്പോൾ സജിനിയുടെ അവസ്ഥ ഇപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഇവർക്ക് വീട് കിട്ടാൻ സാധ്യതയുണ്ടോ? വാടക വീട്? തീർച്ചയായിട്ടും ഉണ്ട്. അവർ വാടകക്കാരെന്നുള്ള നിലയ്ക്കല്ല, അവിടുത്തെ താമസക്കാരായിട്ടാണ് പഞ്ചായത്തും സർക്കാരും അവരെ പരിഗണിക്കുന്നത്. അപ്പോൾ അവരെ ഇപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല നിങ്ങൾ? ഇല്ല, ഇതുവരെ വന്നതിൽ ലിസ്റ്റിലൊന്നും നമ്മളെ പേര് വന്നിട്ടില്ല. അപ്പോൾ അത് ഉടനെ വരുമായിരിക്കുമോ ബാബു? തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ 43 സർക്കാർ ക്വാർട്ടേഴ്സുകളും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വീടുകളും. ഈ സർക്കാർ ക്വാർട്ടേഴ്സ് കിട്ടി അങ്ങോട്ട് മാറാൻ തയ്യാറാണോ? റെഡിയാണ്. മക്കൾക്ക് പഠിത്തം ഇവിടെ തന്നെയാണ് വരുന്നത്. മുണ്ടക്കൈ സ്കൂളിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. ഈ പ്രയോറിറ്റി പരിഗണിക്കുമ്പോഴേ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി കൂടി വെക്കുകയാണ്. ശ്രീ മുരളീധരൻ, ഞാൻ അങ്ങനെയൊക്കെ വരാം. അതായത് ഈ സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ, തൊട്ടടുത്ത് സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. രക്ഷിതാക്കളും ബന്ധുക്കളും നഷ്ടപ്പെട്ടു പോയ ഇപ്പോൾ ഹരിതയെ പോലെ ഉള്ള ആളുകളുണ്ട്, അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. അത് പരിഗണിക്കാവുന്നതല്ലേ? തീർച്ചയായും അത് തന്നെ അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവർക്കൊരു വലിയൊരു ആശങ്കയുണ്ട്. ഇവർക്ക് കിട്ടുമോ, വീട് കിട്ടുമോ എന്നൊരാശങ്ക, ഇതുവരെയും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊരാശങ്ക, കുട്ടികളെ സ്കൂളിൽ അയക്കണമെന്നൊരാശങ്ക. നമ്മളിപ്പോൾ 2 സ്കൂളുകളായിട്ടാണ് ആ പ്രദേശങ്ങളിലെ കുട്ടികൾ പഠിച്ചിരുന്നത്. ഒന്ന് വെള്ളർമല സ്കൂൾ, അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂൾ. ആ ഭാഗങ്ങളിലെ കുട്ടികൾ തന്നെ മേപ്പാടിയിലെ അടുത്ത സ്കൂൾ എവിടെയാണോ അവിടേക്ക് തന്നെ അവിടെ തന്നെ റൂം സംഘടിപ്പിച്ച് അവിടെ തന്നെ മാറ്റുന്നൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് വരുന്നത്. ഈ സജിനി ഇത് പറഞ്ഞതിൽ വിശ്വാസമുണ്ടല്ലോ? വിശ്വാസമുണ്ട്. എന്തായാലും നിങ്ങളുടെ കാര്യം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്ത് അത് ശ്രദ്ധിക്കും അല്ലേ? കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട്. ശ്രീ മുരളീധരൻ, അങ്ങനെ ഒരു സാധ്യത മുന്നിലേക്ക് വെച്ചാൽ എങ്ങനെയുണ്ടാവും? അതായത് കുട്ടികൾ പഠിക്കാൻ സ്കൂളിൽ അവർക്ക് ഇനി നഷ്ടപ്പെടാൻ പാടില്ല, അതൊരു കാര്യം. രണ്ടാമത്, നേരത്തെ ഷംസു സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെ ഹോം സ്റ്റേകൾ കൂടി എടുത്തുകൊണ്ട് പരമാവധി മേപ്പാടിയുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇവരെ നിർത്തുക എന്നുള്ളത്, അതിന് നിങ്ങൾ പിന്തുണയ്ക്കില്ലേ? ഇതിൽ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാം. ഒന്ന്, എൻ്റെ നാട്ടുകാരാണ്, ഞാൻ മേപ്പാടിക്കാരനാണ്. ഇവരുടെ ഹൃദയത്തുടിപ്പ് നേരിട്ടറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇവരെ ഞാൻ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നു. ഇവരുടെ ആശങ്ക വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ആശങ്കയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഈ 20 ദിവസം എന്തു ചെയ്തു എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ചെയ്തിട്ടുണ്ടാകാം. ആ കാര്യങ്ങളിൽ ഇവർക്ക് ഇന്നും ആശങ്ക ഒഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ നിശ്ചയിച്ചു കൊടുക്കുന്ന ക്വാർട്ടേഴ്സുകൾ ജില്ലയുടെ മാനന്തവാടിയിലോ ബത്തേരിയിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് 10-30 കിലോമീറ്റർ ദൂരത്തേക്ക് ഇവരെ കൊണ്ടുപോയി പറിച്ചു നട്ടാൽ, അത് നിങ്ങൾക്ക് ഞങ്ങൾ നിശ്ചയിക്കുന്ന ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ വാടക നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ അവിടെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ കണ്ടെത്തണം. ഇതും ഇതിൻ്റെ പുറകെ കൂട്ടി വായിക്കേണ്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ എന്താണ് ഒരു മാർഗം? അപ്പോൾ വളരെ അടിയന്തരമായി ചെയ്യേണ്ടത് ഇവർക്ക് കൃത്യമായി പറയേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താൻ. മേപ്പാടി പഞ്ചായത്തിൽ പഞ്ഞമില്ല. നമ്മുടെ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്, അവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ ക്വാർട്ടേഴ്സ്. ഞാൻ മിനിയാന്ന് ടൗൺ ക്ലീനിങ് കഴിഞ്ഞ് ഇവിടെ വന്ന് സാധനങ്ങൾ ഇറക്കുമ്പോൾ അന്നാണ് ഈ ക്വാർട്ടേഴ്സിൻ്റെ മേൽക്കൂരയ്ക്ക് വേണ്ടിയുള്ള പണി ആരംഭിക്കുന്നത്. 6 മുറികളുണ്ട് അവിടെ, അത് പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്, അത് ദ്രുതഗതിയിലായിട്ടില്ല. ഇതേപോലെ ഈ ക്യാമ്പിൽ കഴിയുന്ന നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഒറ്റപ്പെട്ടവരുമാണ്. ഈ ശ്രുതിയെല്ലാം പറയുന്നത് ഒറ്റപ്പെട്ടവരാണ്. അവരുടെ ഈ ആവശ്യങ്ങൾ അന്വേഷിച്ച് ടൗണിൽ കയറിയിറങ്ങി അവർക്ക് റൂം കണ്ടെത്തി പോകാനുള്ള സാധ്യതയില്ല. അതൊരു വലിയ മുരളീധരൻ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ സ്വന്തം നിലയ്ക്ക് വീട് അന്വേഷിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഹരിതയോ ഈ കുടുംബമോ സ്വന്തമായിട്ട് വീട് അന്വേഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവരിൽ പലരും ആ ഒരു ഭീതിയിലാണ്. ഇപ്പോൾ ഈ അമ്മ നിൽക്കുന്നത്, ഈ അമ്മയ്ക്ക് എവിടെ പോയി ഒരു വീഡിയോ ചോദിക്കാൻ പറ്റും? ആ സാഹചര്യത്തെ അവർ മുതലെടുക്കുകയും ചെയ്യും സ്വാഭാവികമായും. അപ്പോൾ അതിനൊരു സംവിധാനം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിൽ അപാകതയുണ്ടോ ആ സംവിധാനത്തിന്? ഞാനിതിനെ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു വേദിയോ രാഷ്ട്രീയ ചർച്ചയാക്കാനോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തി പോകണം. അതുകൊണ്ടാണ് മുഴുമിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളതാണ്. നമ്മൾ ഭാരതത്തിലെ ഏറ്റവും വലിയ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മഹാമാരിയായിട്ടുള്ള കോവിഡ് നമ്മൾ നേരിട്ടതാണ്. ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ക്വാറന്റൈൻ ചെയ്തിട്ടുള്ള, അതല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചിട്ടുള്ള മാതൃക, അത് ലോകം ശ്ലാഘിച്ചതാണ്. അതേ രീതിയിൽ ഈ കേവലമായിട്ടുള്ള ഇപ്പോൾ 200ഓളം ആളുകൾ സ്വന്തമായി വീട് കണ്ടെത്തി. 127 ആളുകളാണ് തോട്ടം തൊഴിലാളികളായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാന്റേഷൻ ലയത്തിൽ താമസിച്ചിരുന്ന ആളുകൾ. അവർക്ക് വേണ്ടി 90 റൂമുകൾ, മുറികൾ മാനേജ്മെന്റ് കണ്ടെത്തുന്നു. ഇനി ബാക്കിയുള്ളത് കൂടെ കണ്ടെത്താനിരിക്കുക. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറുകൾ ഉണ്ടാക്കാൻ റെഡിമെയ്ഡായിട്ട് പോലും ഇന്ന് അവൈലബിൾ ആണ്. 10-25 കൊല്ലം നിലനിൽക്കുന്ന റെഡിമെയ്ഡായിട്ട് ചെയ്യാവുന്ന ഭവനങ്ങൾ നിർമ്മിക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമികൾ കണ്ടെത്തി ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഇവരെ എല്ലാ മേപ്പാടിക്കാരോടൊപ്പം തന്നെ ജീവിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് അടിയന്തരമായി സർക്കാർ ആലോചിക്കണം.